ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8 ചെറിയുള്ളി അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത്, 4 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ എടുത്തേക്കണ വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കണേ. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 6 ഒക്കെ എടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 4 ചുള പുളിയുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വറ്റി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.